എന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നിങ്ങളിലേക്ക് മലയാളികളിലേക്ക് എത്തിച്ചത് പോലും മലയാളം സിനിമയേക്കാൾ കൂടുതൽ തമിഴാണ്. നാടോടികളാണെങ്കിലും എങ്കിൽ പൊതുവാണെങ്കിലും ഒക്കെ. സോ എപ്പോഴും അവിടെ ഒരു ഇത് നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിലും കൂടെ അവിടേക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. ബിക്കോസ് വരുന്ന ചില ക്യാരക്ടേഴ്സ് നമ്മളെ മാത്രം നമുക്ക് വേണ്ടി എഴുതി വന്ന പോലത്തെ ചില ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും എനിക്ക് നിങ്ങളിൽ നിന്നുള്ളൊരു സ്നേഹം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 14 കൊല്ലമായി എൻഗെയിം എപ്പോഴും റിലീസായിട്ട്. ഇപ്പോഴും അത് എൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആ ക്യാരക്ടറിൻ്റെ ഡെപ്താണ്. ഈ സിനിമയിൽ ഡീസലിൽ വന്നിട്ട് ഒരു ഉടനീളം കഥാപാത്രം അല്ലെങ്കിൽ കൂടി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇതിൽ വളരെയധികം ഒരു താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. സോ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പോർഷൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസാണ് ഡയറക്ടർ ഓരോ കഥാപാത്രവും കൊടുത്തിരിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിനും അതിൻ്റേതായിട്ടുള്ള ഇൻറ്റൻസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ ആകെ വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ബിലോ 10 days, 8-9 ദിവസം, 11 days. ഓക്കെ, കുറഞ്ഞു 2 ദിവസം കുറഞ്ഞു. സോ 11 ദിവസമാണ് ഞാൻ വർക്ക് ചെയ്തത്. ഈ 11 ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടായ ഓരോ ദിവസം ഐ ഹാവ് ടു ടെൽ യു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സർ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഡയറക്ടറാണ്. വളരെ നല്ല രീതിയിൽ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അവരിൽ നിന്ന് എടുക്കാൻ പറ്റുമേ, ആ ക്യാരക്ടറിനെ എത്രമാത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് സാറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഡീസലിൽ പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. സോ തമിഴിൽ നിന്ന് കിട്ടുന്ന കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ അതിലേക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു റീസൺ. 2, മലയാളവും തമിഴും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും 2 രീതിയിലാണ് അതിൻ്റെ ഇത് കിടക്കുന്നത്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ലബർബന്ദിലെ ക്യാരക്ടർ ആയാലും ശരി, പാർക്കിങ്ങിലെ ക്യാരക്ടർ ആയാലും ശരി, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ കഥാപാത്രം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു പ്ലെയർ, അല്ലെങ്കിൽ ഒരു വൈഫിനെ സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പം ഡീസലിലെ ഈ ക്യാരക്ടർ താങ്കൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്? டீசலில் கேரக்டரை விட அந்த கண்டென்ட் வந்து ரிலேட்டபுளாக இருக்கும் ரொம்ப. ஸோ அதுதான் நான் பார்க்குறேன். இப்போது பார்க்கிங்கில் நமக்கு டேரெக்டாக அப்படி ஒரு இன்சிடென்ட் நடந்திருக்கணும்னு அவசியம் கிடையாது. பட் நம்ம எங்கேயாவது நியூஸ் பேப்பரில் படிச்சிருப்போம், நியூஸில் கேட்டிருப்போம், இல்லை பேப்பரில் பார்த்துருப்போம், நம்ம இல்லை ஃப்ரெண்டுக்கு யாருக்காவது நடந்திருப்போம். ஸோ வி ஒன்ட் பி டேரக்ட்லி கனெக்டட், பட் வி வில் சம்வேர் பி கனெக்டட் டு இட். ஸோ இந்த படத்துலையும் கூட பீட் த எமோஷன்ஸ். தேர் ஆர் 2 types ஐ திங்க். ஒன்று டைரக்ட்லி அஃபெக்டட் பீப்புள், இன்னொன்று வந்து இன்டைரக்ட்லி வி ஆர் அஃபெக்டட். ஸோ 2மே இருக்குது இந்த படத்தில். ஸோ என்னோட கேரக்டர் அந்த கண்டென்ட் 2மே அட்ரஸ் பண்ணும், 2 type of പീപ്പിളെയും അഡ്രസ് பண்ணுം. നമ്മൾ നോർമലി ഏതൊരു ഹീറോയോട് ചോദിച്ചാലും ഒരാഗ്രഹം ഉണ്ടാവും, എനിക്കൊരു മാസമായിട്ടൊരു പടം ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാസ് വില്ലൻ ആവണം, മാസ് ഹീറോ ആവണം, മാസ് ഫൈറ്റുകൾ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ താങ്കൾ വെയിറ്റ് ചെയ്ത ഒരു മാസ് ഫൈറ്റിംഗ് അല്ലെങ്കിൽ മാസ് ലെവലിലുള്ള ഒരു സിനിമയാണ് ഡീസൽ. 100%. நான் சின்ன வயசுலேருந்து பார்த்த படங்கள் ஆக்ஷன் ஃபிலிம்ஸ், என்டர்டெய்னிங் ஃபிலிம்ஸ். ஸோ எனக்கு இந்த மாதிரி ஒரு படம் பண்ணணுன்னு ரொம்ப நாள் ஆசை. பட் நமக்கு அந்த மாதிரி ஒரு ஸ்கிரிப்ட் கிடைக்கணும். தேர் ஹாஸ் டு பி அ டேரக்டர். ஸோ ஐ திங்க் ஷண்முகம் சார் ஹேட் ஸோ மச் கான்ஃபிடென்ஸ் இன் மீ. ஏன்னா இது வந்து எனக்கு சொல்லும் போது இது நம்ம ஹேண்டில் பண்ணுற ஸ்பேஸில் இல்லையே அப்படின்றது தான் என்னுடைய ஃபஸ்ட் தாட்டாக இருந்தது. பட் இது ஒரு யங்ஸ்டர் பண்ணுறதுக்கான ஸ்கிரிப்ட். ஸோ ஹி வாஸ் வெரி அடமெண்ட். இல்லை நீங்கள் நம்புங்க, இது பண்ணலாம் அப்படின்னு கான்ஃபிடென்ஸ் கொடுத்தாங்க. ஸோ அதனால் இந்த படம் நடந்திருக்கு. ஸோ இப்போ இந்த படம் ஆக்ஷன் அவதாரில் இஃப் ஆடியன்ஸ் அக்செப்ட் மீ, இதுக்கப்புறம் வர டேரக்டர்ஸ்க்கு இன்னும் நிறைய வேறு மாதிரி ஸ்கிரிப்ட்ஸ் எடுத்துகிட்டு வரதுக்கு ஒரு தாட் கொடுக்கும். ஸோ ஐம் ஜஸ்ட் வெயிட்டிங். പാർക്കിംഗ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു സിനിമയായിരുന്നു അയ്യപ്പനും കോശി. അതിൻ്റെ ആ ഇൻസ്റ്റൻസ് ഭയങ്കര സിമിലറാണ്. അപ്പം മലയാളം പടം എപ്പോഴും കാണുന്നതാണ്. ஐயப்பனும் கோஷி வாஸ் எ வெரி பிக் இன்ஸ்பிரேஷன். நாங்கள் பார்க்கிங் பண்ணும்போதே நாங்கள் நிறைய டிஸ்கஸ் பண்ணோம். அஃப்கோர்ஸ் கதை வேறு கதை, பட் அந்த கிரக்ஸ் இருக்குல்ல, அந்த ஈகோ, 2 மேல் ஈகோ, 2 பேருக்கு நடுவில் இருக்கிற ஈகோ,
ஐ திங்க் ஐயப்பன் கோஷியோட பெட்டரான ஒரு படம் நான் ரெஃபரன்ஸாக சொல்லவே முடியாது. அண்ட் ஐ ஹவ் வாட்ச் தட் ஃபிலிம் ரைட் when it got released. ஸோ எங்களுக்கு பெர்ஃபார்ம் பண்ணும்போது, எங்களுக்கு ஷூட்டிங் பண்ணும்போது, தட் வாஸ் எ வெரி சாலிட் எக்ஸாம்பிள் இந்த மாதிரி படங்கள் ஒர்க் ஆகும் அப்படின்னு சொல்கிறதுக்கு. ஸோ எஸ்.